നിങ്ങൾ അവരുടെ വാക്കിലൂടെ കേട്ടോ. ഒരാൾ പറയാണ് നിങ്ങൾ കേരളത്തിലുള്ള സൂഫിക്കാരെ ഇരുത്തി ചർച്ച ചെയ്യണം, അവരെക്കുറിച്ച് പഠിക്കണമെന്ന്. നോക്കി, അയാളെ നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ്. വരട്ടെ അയാൾ. കേരളത്തിൽ ഈ സൂഫിയാക്കളുടെ വഴികളിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ആരാണ് എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അവരുമായി നിങ്ങൾ അഭിമുഖം നടത്തണം, അവരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഒന്നുകൂടി വെച്ചേ. കേരളത്തിൽ ഈ സൂഫിയാക്കളുടെ വഴികളിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ആരാണ് എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അവരുമായി നിങ്ങൾ അഭിമുഖം നടത്തണം, അവരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യണം. കേട്ടല്ലോ, കേരളത്തിലുള്ള സൂഫിയാക്കളെ നിങ്ങൾ അറിയണം, അവരെ കുറിച്ച് പഠിക്കണം, അവരെ നിങ്ങൾ അടുത്തിരുത്തി ചർച്ച ചെയ്യണം, അവരെ കുറിച്ച് നിങ്ങൾ സംസാരിക്കണം എന്നൊക്കെ പറയുന്നു. ചർച്ച ചെയ്തൊക്കെ നമ്മൾ എവിടെ എത്തി എന്നുള്ളത് നമുക്കറിയാലോ. അവര് ചർച്ച ചെയ്ത ആളുകളൊക്കെ ഇപ്പോൾ എവിടെയുണ്ട് എന്നുള്ളത് അവരുടെ നാവിലൂടെ തന്നെ നമുക്ക് കേൾക്കാം. ആദ്യം ഇയാൾ പറയുന്നു, കേരളത്തിലുള്ള സൂഫിയാക്കളെ കുറിച്ച് നിങ്ങൾ പഠനം നടത്തണം. അത് നടത്തിയതിന്റെ റിപ്പോർട്ടുകളൊക്കെ വന്നു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് അവരെ കുറിച്ച് തന്നെ പഠിക്കാൻ തുടങ്ങാം. അവരുടെ സൂഫിസം എന്താ, അങ്ങനെ പറയാൻ കാരണം എന്താ? നാം സൂഫികളാണ്, നാം മശായിഖ്മാരുടെ വഴിയിലാണ് എന്നൊക്കെ പറയുന്നുണ്ടവർ. എന്നാൽ അതേ മനുഷ്യൻ പറയുന്നൊരു വിഷയം നിങ്ങൾ കേട്ടു നോക്കൂ. അയാൾ പറയുന്നത് എന്താണ് നിങ്ങൾ ആദ്യം ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ പഠിക്കാൻ പോവാണ് എന്താണ് സൂഫീസ് എന്നുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരത, നമ്മുടെ രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വം എന്ന പൈതൃകം, നമ്മുടെ രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, അതിനെ കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾ എപ്പോഴും പറയാറ്. അതാ എന്താ പറഞ്ഞേ? ഭാരതത്തിന്റെ പൈതൃകം, ഭാരതാംബ, ഭാരതത്തെ കാത്തു സൂക്ഷിക്കണമെന്ന് എല്ലാവർക്കും അറിയില്ലേ? ഭാരതത്തെ കാത്തു സൂക്ഷിക്കണമെന്നറിയില്ല. അതല്ലേ പണ്ഡിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂഫിയാക്കൾ എന്തിനാ ആ പണിക്ക് പോകുന്നത്? ഇരിക്കട്ടെ, അപ്പൊ അവരുടെ സൂഫിസത്തിന്റെ വിഷയം അറിഞ്ഞല്ലോ. അതിനാണ് അവരുടെ ഈ എല്ലാ അട്ടഹാസങ്ങളും പ്രവർത്തനങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം അതിനാണെന്നാണ് പറയുന്നത്. എന്നാൽ ഈ അടുത്തൊരു സൂഫി ബോർഡ് എന്നൊരു ബോർഡ് വന്നല്ലോ, സൂഫി ഇസ്ലാമിക് ബോർഡ്, അങ്ങനെ എന്തോ ആവട്ടെ, ആ ബോർഡ് മാറ്റി നമുക്ക് ആവശ്യമില്ല. എന്നാൽ ഇവര് പറഞ്ഞത് കൊണ്ട് നമുക്കത് പഠിക്കണം എന്നല്ല പറഞ്ഞത്. നമുക്ക് പഠിച്ചു നോക്കാം എന്താണ് അതിൽ കിട്ടുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് ബോധ്യപ്പെടണല്ലോ. ഇവിടെ സമൂഹം ആലിമീങ്ങളെ പിന്നാലെ നിൽക്കുമ്പോ അബദ്ധജടിലമായ വാദങ്ങൾ പറഞ്ഞ് ഇസ്ലാമിന്റെ ഇടയിൽ ഇല്ലാത്തതും ഉള്ളതുമെല്ലാം കൂട്ടിക്കലർത്തി ഓരോ ഈമാനുള്ള മനുഷ്യർക്കിടയിൽ ഇറങ്ങി ചെന്നുകൊണ്ട് അപവാദങ്ങളും അബദ്ധങ്ങളും അബദ്ധജടിലമായ വാദങ്ങളും ഇട്ടുകൊടുത്ത് മനുഷ്യ മനസ്സുകളെ നൊമ്പലിപ്പിക്കുകയാണ്. അവർ ഇവിടെ ഇത്രയും കാലം ഇവിടെ പ്രവർത്തിച്ചു വന്ന ആ ഒരു നല്ലൊരു സുന്ദരമായ ആ ഒരു വിഷയത്തിലേക്ക് കലങ്ങമുണ്ടാക്കി അവരുടെ മനസ്സിലേക്ക് ആലിമീങ്ങളുള്ള മതിപ്പിനെ വലിച്ചെറിയുന്നവരാണിവർ. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നമുക്ക് സവിസ്താരമായി ഇതിനെ പറയേണ്ടി വന്നത്. സൂഫി ഇസ്ലാമിക് ബോർഡിന്റെ നേതാവ് പറയുന്ന വാക്ക് നോക്ക്, അയാൾ പറയുന്ന വാക്കൊന്ന് കേട്ടു നോക്ക്, എന്താണ് അയാൾ പറയുന്നത് എന്ന്. അപ്പോൾ സൂഫികൾ ശരിക്കും കേൾക്കണം. ചോദ്യത്തിന് ഉത്തരം എന്താണ് സൂഫിസം? അപ്പോൾ സൂഫികൾ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്താണ് സൂഫിസം? സൂഫിസം എന്ന് പറയുന്നത് മതം വെടിയുക, മനുഷ്യനെ സ്നേഹിക്കുക. മതം വെടിയുക, മനുഷ്യനെ സ്നേഹിക്കുക. ഇയാൾ പറയുന്ന വാക്ക് എന്താണ്? സൂഫിസം എന്ന ചോദ്യത്തിന്റെ ഉത്തരം മതം വെടിയുക, മതം വെടിഞ്ഞ് മനുഷ്യനെ സ്നേഹിക്കണം. എത്രേ പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട ഈമാനുള്ള ജനങ്ങളെ, ഇസ്ലാം എന്ന് പറയുന്ന ഈ വലിയൊരു മതം ഇവിടെ കാഴ്ചവെച്ച എന്താണ്? മാനവികതയാണ്. സ്ത്രീയോടുള്ള സ്നേഹവും സ്ത്രീയോടുള്ള ബഹുമാനവും ഓരോ മൃഗങ്ങളോടുള്ള സ്നേഹം ലോകത്തേക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന പൈതൃകമായ ഒരു ശൃംഖല, അതിനെ വലിച്ചെറിഞ്ഞ സൂഫിസത്തിലേക്ക് കടന്നുപോയി മനുഷ്യനെ സ്നേഹിക്കണം. ഇവരാരാണെന്ന് നിങ്ങൾക്കറിയാലോ?
ഇവരല്ലേ പറഞ്ഞത് സൂഫികളെ ഇരുത്തി ചർച്ച ചെയ്ത് വിഷയം പഠിക്കണം എന്നുള്ളത്, അവരെ കൂടെ നിർത്തണം എന്നല്ലേ പറഞ്ഞത്. എന്നാൽ ഇനി പറയുന്നത് കേട്ടോ, ഇവരും ഇയാളാണ് പറഞ്ഞത് എന്താണ്, മതം വെടിഞ്ഞ് നിങ്ങൾ മനുഷ്യനെ സ്നേഹിക്കാൻ വരിക. ഈ മനുഷ്യൻ, ഈ വ്യക്തി പറയുന്ന മറ്റൊരു വാക്കുണ്ട്, അതും നേരത്തെ പറഞ്ഞതും കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാകും ഇവരുടെ തത്വങ്ങൾ എന്താണെന്നുള്ളത്. അതെന്നെ പ്ലേ ചെയ്ത്. ഇതാണ് സൂഫിസം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ ഒരു ഭദ്രത, അതുപോലെ തന്നെ എന്താണ് ഭാരതത്തിൻ്റെ ആ പൈതൃകം നിലനിർത്തിക്കൊണ്ടുള്ള എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സഞ്ചരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ മനുഷ്യനെ സ്നേഹിക്കുക, മതം വെടിയുക, മനുഷ്യനെ സ്നേഹിക്കുക. ഇതാണ് സൂഫിസം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ ഒരു ഭദ്രത, അതുപോലെ തന്നെ എന്താണ് ഭാരതത്തിൻ്റെ ആ പൈതൃകം നിലനിർത്തിക്കൊണ്ടുള്ള എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സഞ്ചരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കണ്ടില്ലേ, നേരത്തെ നമ്മുടെ തലകെട്ട് കെട്ടിയ ഒരു മൊയ്ലാറ് പറഞ്ഞതും സൂഫി ഇസ്ലാമിക് ബോർഡിന്റെ നേതാക്കളിൽപ്പെട്ട ഒരാൾ പറഞ്ഞ വാക്കെന്താണ്, ഭാരതത്തിന്റെ വിഷയത്തിൽ പ്രവർത്തിക്കുക. അയാളുടെ അജണ്ടയും അതാണ്. ഈ പറയുന്ന സൂഫി ഇസ്ലാമിക് ബോർഡിന്റെ സൂഫി എന്ന് പറയുന്ന ഇവരുടെയും തത്വവും ഇവരുടെ ആദർശവും ഇവർ പറയുന്നതും ഇവർ മുമ്പിൽ വെക്കുന്ന ആശയങ്ങളും അത് തന്നെയാണ്. പിന്നെന്താണ് ഇവരെ കുറിച്ച് പറയാനുള്ളത്? രണ്ടും ഒന്നല്ലേ ഇവർ? സുബ്ഹാന ജല്ല ജലാലുഹു. ഇവരാണ് പറയുന്നത് ആലിമീങ്ങളെ പിന്നിൽ പോകണ്ട, അവരുടേത് കുടുസായതാണ്, അതിലാരും കടക്കാനില്ലത്രേ. പരിശുദ്ധ ഇസ്ലാമിൽ എന്തെങ്കിലും കൂട്ടലും അതുപോലെ തന്നെ ഉള്ളതിനെ കുറക്കലും ചെയ്യുമ്പോ ആലിമീങ്ങൾ ഇടപെടാതെ പിന്നെ ആരാണ് ഇവിടെ ഇടപെടേണ്ടത്? ഈ പറയുന്ന ആളും അത്തരക്കാരിൽപ്പെട്ട ആളല്ലേ, പിന്നെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? പരിശുദ്ധ ദീനിനെ ഇവിടെ വ്യക്തമാക്കി പറയേണ്ടത് ആരാണ്? ഉലമാണ്. അൽ ഉലമാ വറസത്തുൽ അംബിയാ. ആ ഹദീസിനെയും അവർ ദുർവ്യാഖ്യാനം ചെയ്യാണ്. ഏത് ഉലമാ എന്ന് ചോദിക്കുന്നു. ഇത്രയും കാലം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ നേതാക്കൾ, അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ വലിച്ചെറിയുന്നൊരു സ്വഭാവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറയ്ക്ക് ഇവർ കാണിച്ചു കൊടുക്കുന്ന വസ്തുതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അത്രയും ഒരു കേൾക്കാൻ തന്നെ അറപ്പ് തോന്നുന്ന വാക്കുകളാണ് അവർ പറയുന്നത്. നേരത്തെ പറഞ്ഞ അതേ മനുഷ്യൻ തുടർന്ന് പറയട്ടെ, നാം പ്രവർത്തിക്കുന്ന ഭാരതത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞല്ലോ. ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കണം, അത് ഈമാന്റെ ഭാഗമാണ്, അത് ചെയ്യണം. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി, അതിന്റെ സുരക്ഷതയ്ക്ക് വേണ്ടി, അതിലെ എല്ലാ വിഷയത്തിലും എല്ലാവരും മുമ്പിലുണ്ടാകണം. ആരും അതിൽ പിന്നോട്ട് പോകരുത്. നമ്മുടെ പൂർവികരായ ആളുകൾ കാണിച്ചു തന്ന സ്വാതന്ത്ര്യ സമരത്തിലും ഉണ്ടായിരുന്നു. ഇനിയും അതിൽ ഉറച്ചു നിൽക്കണം. അത് ആര് വന്നാലും, ഏത് രാഷ്ട്രത്തിൽ ആളുകൾ വന്നാലും, ഇന്ത്യ എന്ന ഈ രാജ്യത്തെ, ഈ രാഷ്ട്രത്തെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ പൗരനുമുണ്ട്. പക്ഷെ അതല്ല നമ്മുടെ വിഷയം. ഈ രണ്ട് സൂഫി വഴിയിലൂടെ നടക്കുന്നവർ പറയുന്ന വാദം നിങ്ങൾ കേട്ടില്ലേ? എന്നിട്ട് ഇവർ കൂടെ ഇരുന്ന് ചർച്ച ചെയ്തില്ലേ? അവരെ കൂടെ സംസാരിച്ചില്ലേ? ഇന്നാലില്ല. ബാക്കി പറയട്ടെ. എപ്പോഴും പറയാറുണ്ടല്ലോ, ഞങ്ങൾക്കൊരാളോടുള്ള സ്നേഹത്തിന്റെയും യോജിപ്പിന്റെയും മാനദണ്ഡം മശായിഖന്മാരെ വിഷയത്തിൽ അവർ സ്വീകരിക്കുന്ന നിലപാടെന്തോ അതിനെ ആശ്രയിച്ചിരിക്കും. കണ്ടില്ലേ മനുഷ്യരോടുള്ള സ്നേഹം? ആദ്യം പറഞ്ഞു ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കണം, അതിൽ മനുഷ്യരില്ലേ? മനുഷ്യരെ സ്നേഹിക്കേണ്ടത് എനിക്കൊരു അടവ് വെക്കാണ്. ഇങ്ങനെ ഒരു അടവ് ഇസ്ലാമിലുണ്ടോ? എല്ലാരെയും സ്നേഹിക്കണമെന്നല്ലേ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്? അയൽവാസി ആരായാലും അവൻ പട്ടിണിയാണോ, അവനോട് ഭക്ഷണമില്ലേ, അവൻ എന്ത് ചെയ്തു, അവന്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണമെന്നല്ലേ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്? അവിടെ എന്തിനാണ് ഒരു ഷർത്ത് വെക്കുന്നത്? അവിടെ എന്തിനാണ് ഒരു നിബന്ധന വെക്കുന്നത്? ഇങ്ങനെയാണ് ഇവരുടെ സ്നേഹമെങ്കിൽ ഇവരെന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് നമുക്ക് ഉറപ്പാക്കണം. ഇവർ ഏത് രൂപത്തിലും പ്രതികരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയാണോ പരിശുദ്ധ ഇസ്ലാമിന്റെ നയം? അങ്ങനെയല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. നാം പഠിച്ചവരാണ്. അതൊക്കെ നമ്മുടെ മനസ്സിലും ഉണ്ട്. എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു സ്വഭാവം അതുണ്ടാകണം നമുക്ക്. എന്നാൽ ഇയാൾ പറയുന്ന വാക്കോ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ബാക്കി പറയട്ടെ. അതാരാണെങ്കിലും ശരി, അതിനി കേരളത്തിലുള്ളവരായാലും ശരി, കേന്ദ്രത്തിലുള്ളവരായാലും ശരി, നിങ്ങളെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? മൊയ്ലിയന്മാരെ ഇസ്ലാം.
മൊയ്ലിയന്മാരെ ഇസ്ലാം അതിങ്ങനെ കുടുസായ ഇസ്ലാമ, കട്ടിയൂട്ടിയ ഇസ്ലാമ. സൂഫിയാക്കളെ ഇസ്ലാമോ, സൂഫിയാക്കൾ ഉണ്ടാക്കുന്നത് പൂവാണ്, പുഷ്പം. കണ്ടില്ലേ, കേട്ടില്ലേ എന്താ പറഞ്ഞത്? മൊയ്ലാക്കന്മാരുടെ ഇസ്ലാം കുടുസാണത്രേ, നമ്മുടെ ഇസ്ലാം പുഷ്പം. ആയിക്കോട്ടെ, ആ പുഷ്പം എന്താണ് നമുക്ക് മനസ്സിലാക്കാം പിന്നീട്. ആ പുഷ്പം എന്താണെന്ന് അവർ പറയും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉലമാക്കളെ മാറ്റി നിർത്തുന്ന സ്വഭാവം, ആലിമീങ്ങളെ വലിച്ചെറിയുന്ന സ്വഭാവം, ആലിമീങ്ങളെ കൂടെ നിർത്താൻ മടിക്കുന്ന സ്വഭാവം. കാരണം എന്താ? നല്ല ആലിമീങ്ങൾ ഉണ്ടായാൽ അവരവിടെ എതിർക്കും. ആലിമീങ്ങളെ സപ്പോർട്ട് ചെയ്ത് ജീവിക്കുമ്പോ അവരൊന്ന് തെറ്റ് കാണുമ്പോ ആ തെറ്റിനവർ കാണിച്ചു തരും. ഇത് പേടിയാണ്, ഇതിനർത്ഥമാണ് പേടി. ഉലമാക്കൾ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ട്. അവരുള്ളത് കൊണ്ടാണ് ഈ സമൂഹത്തിലേക്ക് തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിഞ്ഞത്. ഈ സമൂഹത്തിലേക്ക് തെറ്റും ശരിയും മനസ്സിലാക്കി തന്നവരാണ്. അവരുടെ മാതൃക ആരാണ്? അവർക്കിവിടെ കേരളത്തിൽ കാണിച്ചു കൊടുത്ത മഖ്ദൂമീങ്ങളാണ്. ആ മഖ്ദൂമീങ്ങൾ പഠിപ്പിച്ചു തന്ന പാരമ്പര്യം, അവരുടെ ഇൽമ്, ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ഫത്ഹുൽ മുഈൻ, ആ കിതാബാണല്ലോ കേരളക്കരയിൽ കൂടുതലായി ഓതിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവരുടെ മാതൃക, അവരുടെ ശൃംഖലയിലാണ് ഉലമാക്കൾ ഉള്ളത്. അവർ വെറും ഉലമാ മാത്രമാണോ? അങ്ങനെ വാദം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടേത് പുഷ്പം എന്ന് പറയാണ് അവർ. അവരുടെ പുഷ്പം എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് പുഷ്പം എന്ന വിഷയത്തെക്കുറിച്ച്. ആ വാക്കല്ലെങ്കിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യദ്ഖുലുൽ ജന്നത അഖ്വാമുൻ, അതേ സ്വർഗ്ഗത്തിൽ കടക്കുന്ന വിഭാഗം, സ്വർഗ്ഗത്തിൽ കടക്കുന്ന വിഭാഗം അവരാരാണ്? അഫ്ഇദതുഹും മിസ്ലു അഫ്ഇദത്തി ത്വയ്ർ, പക്ഷിയുടെ ഹൃദയം. അഫ്ഇദത്തിനിക്ക് ഖൽബ് എന്നർത്ഥം മഹാന്മാർ അവിടെ കൊടുത്തിട്ടുണ്ട്. അൽ മശ്ഹൂർ അന്നൽ ഫുആദ് ഹുവൽ ഖൽബ്, ഖൽബ് എന്നർത്ഥമുണ്ട്. പക്ഷിയുടെ ഹൃദയം പോലോത്ത ഹൃദയമുള്ളവരാരാണോ അവർ സ്വർഗ്ഗത്തിലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നിന്റെ ഖൽബ് നന്നാവണം, നിന്റെ ഖൽബിൽ നല്ല തവക്കുൽ ഉണ്ടാകണം, നിന്റെ ഖൽബിൽ യഖീൻ ഉണ്ടാവണം, എല്ലാവരോടും സ്നേഹം വേണം, നല്ല രൂപത്തിൽ പ്രവർത്തിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും പറഞ്ഞില്ലേ, നബി അങ്ങ് കടുംപിടുത്തമുള്ള സ്വഭാവക്കാരനാകാൻ പാടില്ല, അങ്ങ് വലിയ കടുപ്പ് നല്ല കട്ടിയുള്ള സ്വഭാവക്കാരനാകരുത്, അങ്ങ് നല്ല അവിടത്തെ സോഫ്റ്റായ സ്വഭാവത്തിലൂടെയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. ആ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെയും കൊച്ചാക്കാൻ പോയില്ല, ആരെയും ദേഷ്യപ്പെടുത്താൻ പോയില്ല, ആരെയും കളിയാക്കാൻ പോയില്ല. അവിടുന്ന് ജീവിച്ച സുന്ദരമായ ജീവിതമുണ്ട്. അത് ഈ മാലോകർക്ക് പാഠമാണ്. മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ, അവൻ ഏത് വഴിയിലുണ്ടെന്ന് ഏത് വഴിയിലില്ല എന്ന് നോക്കാതെ എല്ലാവരെയും സ്നേഹത്തോടെ കണ്ടു തന്നിരുന്നൊരു ഇസ്ലാം, അതാണ് ഏറ്റവും നല്ല പൈതൃകം, അതാണ് ഏറ്റവും നല്ല വഴി. അതിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇവർ പുഷ്പം പുഷ്പം എന്ന് പറഞ്ഞാൽ ആ ഒരു വഴിയിലാണോ അവരുള്ളത്? അവരിവിടെ തെറികളാണ്, ഉലമാക്കളെ നിന്ദിക്കുന്നതാണ്, ഉലമാക്കളെ കുറ്റം പറയലാണ് അവരുടെ ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവരുടെ ശരീരം നമ്മുടെ കാക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആക്ഷേപങ്ങളും തെറ്റിദ്ധാരണകളാണ് അവരുടെ മനസ്സിലുള്ളത്. അതിനുശേഷം ഒന്ന് കേട്ടുനോക്ക്, ആരാണ് പറയുന്ന വാക്കുകൾ? ഇന്നാലില്ലാ പറയട്ടെ. പൂവ്, ആ പൂവാണ് അവരുണ്ടാക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. മൊയ്ലിയാക്കന്മാരുണ്ടാക്കുന്നതോ വലിയ മതിൽക്കെട്ടുകളാണ്. നമ്മൾ മാത്രം മതി, ഞാനും എന്റെ കെട്ടിയോളും ഒരു തട്ടാനും, കുടുസായ ചിന്താഗതി, ഞാനും എന്റെ മോനും എന്റെ മരുവനും, കണ്ടില്ലേ എന്നൊരു കുടുസായ ചിന്താഗതി. ഇതാണ് മൊയ്ലിയമാരെ ഇസ്ലാം. യഥാർത്ഥ ഇസ്ലാം സൂഫിയാക്കളെ ഇസ്ലാമാണ്. കണ്ടില്ല, പറഞ്ഞ വാക്കെന്താണ്? കളിയാക്കാണ്. ആരെയൊക്കെയോ ഉദ്ദേശിച്ചുകൊണ്ട്, ആർക്കൊക്കെയോ അതിനെ വെച്ചുകൊണ്ട് സൂഫിയാക്കൾ പോകേണ്ട വഴി ഇതാണോ എന്നിട്ട് പറയുന്നു സൂഫിയാക്കളാണ് ഏറ്റവും നല്ല വഴി. അതെല്ലാം ശരിയാണ്. സൂഫിയാക്കൾ നല്ലവരാണ്, സൂഫിയാക്കൾ നല്ല വഴിക്കാരാണ്.
അവർ ആത്മീയത ചിന്തക്കാരാണ്, യാതൊരു തർക്കവും ആർക്കുമില്ല. പക്ഷെ നിങ്ങൾ പറയുന്ന ഈ സൂഫിയാക്കൾ ആരാണ്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ സൂഫി ആരാണ്? നിങ്ങൾ ഏത് വഴിയിലാണ് ഇവിടെയുള്ളത്? നിങ്ങൾ നേരത്തെ പറഞ്ഞ വാക്കെന്താണ്? ഇപ്പോൾ പറയുന്ന വാക്കെന്താണ്? എന്നിട്ട് പറയും ഞങ്ങൾ സോഫ്റ്റായ കൽബിന്റെ ഉടമകളാണ്, പുഷ്പമാണ്. എന്നിട്ടോ ഉള്ള തെറികളൊക്കെ അവിടെ നാവിൽ വരികയും ചെയ്യുന്നു. ഉലമാക്കളെ നിന്ദിക്കുന്ന ഒരു സ്വഭാവം, മനുഷ്യ മനസ്സുകളിലുള്ള ഈ ആലിമീങ്ങളുള്ള സ്നേഹം മഹബത്തിനെ വെളിച്ചെറിഞ്ഞുകൊണ്ടുള്ള ഒരവസ്ഥ, അതാണ് അവർ ജീവിതത്തിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവരെ ശർറിൽ നമുക്ക് ആക്കുമാറാവട്ടെ. ഇനി ഇതിനേക്കാളും രസാണ്. ഇത്രയൊക്കെ പറഞ്ഞില്ലേ, ഇപ്പൊ രണ്ടാളുകൾ ഞാൻ കാണിച്ചു, രണ്ടാളുകളുടെ വിഷയം. എന്നിട്ട് രണ്ടാമത് വന്ന ആ സൂഫി ഇസ്ലാമിക് ബോർഡിന്റെ ആളുണ്ടല്ലോ, ആ സൂഫി ഇസ്ലാമിക് ബോർഡിന്റെ ആളുകൾ ഈ ടീമിനരികിലേക്ക് വന്നിട്ട് അവരോട് സംസാരിച്ചു. എന്നിട്ട് അവര് പോയി പത്രസമ്മേളനം വിളിച്ചപ്പോ എന്തെല്ലാം പറഞ്ഞു. അപ്പോൾ ഇവരുടെ മാറ്റർ മാറട്ടെ, അത് മാറിയതിന് മറുപടി പറയുന്നുണ്ട്. മാറി എന്നവർ തന്നെ പറയുന്നുണ്ട്, ഇരിക്കട്ടെ. എന്നിട്ട് അതിന് മുമ്പ് നടന്ന വിഷയങ്ങളോ ഇന്നാണ് അവർക്ക് ബോധ്യപ്പെട്ടത് അവർ ശരിയില്ല എന്ന്. അവരുടെ വാദം ശരിയില്ല എന്ന് ബോധ്യപ്പെട്ട അവർ അവിടെ വ്യക്തമായി പറഞ്ഞതിന് ശേഷമാണ്. എന്തേ ഇവരുടെ സംസാരത്തിൽ ഇവർക്ക് ബോധ്യപ്പെടാത്തത്? നേരത്തെ അല്ലേ തൊഴിയൂർ മൊയിലാർ പറഞ്ഞത് സൂഫിയാക്കൾ ഇത് സംസാരിക്കണമെന്ന്? എന്തേ ആ സംസാരിച്ചപ്പോ നിങ്ങൾക്ക് ഉത്തരമിടാൻ പറ്റാത്ത പോയത്? എന്തേ ആ സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് അവർ ശരിയല്ല എന്ന് തോന്നാത്തത്? എന്തേ അപ്പോൾ ഇവരുടെ ആശയം മറ്റുള്ളവരുടെ ആശയമാണെന്ന് തിരിഞ്ഞു പോകാത്ത എന്തുകൊണ്ടാണ്? ഒന്നിച്ച് ഇരുന്നില്ലേ, ഒന്നിച്ച് നിങ്ങൾ ഫോട്ടോ എടുത്തില്ലേ, ഒന്നിച്ച് സംസാരിച്ചില്ലേ, ചർച്ച ചെയ്തില്ലേ? എന്നിട്ട് എന്തേ നിങ്ങൾ ബോധ്യപ്പെടാത്തത്? പറയട്ടെ, ഇപ്പോൾ എന്താണ് അവരുടെ നയം? അവരുടെ വിഷയത്തിൽ, അവിടെ വന്ന് സംസാരിച്ചവരുടെ വിഷയത്തിൽ ഇവരുടെ നയം എന്താണ്? നൗഷാദ് മൊയിലാർ വ്യക്തമാക്കുന്നു. നമ്മൾ അവരെ കുറിച്ച് ഇത് വന്നപ്പോ ഒന്ന് പഠിച്ചു നോക്കുമ്പോ ഈ സൂഫി ബോർഡിന്റെ അടിസ്ഥാന കാര്യങ്ങളായി പറയുന്നത് തന്നെ ഒറിജിനൽ ഷിയാക്കളുടെ വാദങ്ങൾ. അങ്ങനെ അതന്നെ വേണ്ടത്. ഒന്നുകൂടെ തന്നെ അടിസ്ഥാന കാര്യങ്ങളായി പറയുന്നത് തന്നെ ഒറിജിനൽ ഷിയാക്കളുടെ വാദങ്ങളാണ്. കണ്ടില്ലേ എന്താണ്? അവർ ഷിയാക്കളുടെ വാദക്കാരാണ്. അൽഹംദുലില്ലാഹ്, ഷിയാക്കളുടെ വാദക്കാരാണ് അവർ. അപ്പൊ ആ വഴി ശരിയല്ല എന്നാരാ പറഞ്ഞത്? ഇപ്പോ ശരിക്കും മനസ്സിലാക്കണം. ഇപ്പോൾ ആ വഴി ശരിയല്ല എന്ന് പറഞ്ഞത് ആരാണ്? ഈ ടീം തന്നെയാണ്. ആ വന്ന സൂഫി ഇസ്ലാമിക് ബോർഡ് ശരിയല്ല, അവർ ഷിയായിഷത്തിന്റെ വാദക്കാരാണ്. നമ്മളെല്ലാം അവരെന്നെ പറയാണ്, നമ്മൾ പറയുന്നില്ല എന്നല്ല. അവരെ നാവ് കൊണ്ട് അവർ പറഞ്ഞു, അവരെതിർത്തു. എന്നിട്ട് പറയുന്നു നിങ്ങളെല്ലാരെയും എതിർക്കുന്നു എന്ന്. അവിടേക്കൊക്കെ ഞാൻ വരുന്നുണ്ട്. കണ്ടില്ലേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ വരുമ്പോൾ തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയാൻ കഴിയണം. അത് തന്നെയാണ് ഇവിടെ ഉലമാ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ ഉലമാ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഉലമാക്കളുടെ വഴി എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ വന്ന സൂഫി ഇസ്ലാമിക് ബോർഡ് എന്ന് പറഞ്ഞു വന്ന ഇവർ പരിശുദ്ധ ഇസ്ലാമിനെ പോറ്റി വളർത്തുന്നവരല്ല, അതിനെതിരെ സംസാരിക്കുന്നവരാണ്. അവർ ഷിയായിസമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവർ ഷിയായിസം എന്ന് പറഞ്ഞ ഈ കൂട്ടരാരാണെന്നറിയോ? ഈ കൂട്ടരാരാണ്? നേരത്തെ ഇവർ വാദിച്ചിരുന്ന ഒരു വലിയൊരു ഉറൂസ് ഉണ്ടല്ലോ, ഇവർ വാദിച്ചിരുന്ന ആലിമീങ്ങൾ നേരത്തെ വിധി പറഞ്ഞിരുന്ന, അതിനെ വലുതാക്കി ഒരുപാട് മാസങ്ങളോളം ചർച്ചയ്ക്ക് വിധേയമായ ഒരു ഉറൂസ്, അതൊക്കെ നിങ്ങൾക്കറിയാം. ആ ഉറൂസ് ആരാ നടത്തിയത്? കൊണ്ടോട്ടി നേർച്ചയില്ലേ? സുബ്ഹാന ജല്ല ജലാലുഹു. ആരാണ് അതിനെ നടത്തിയത്? അവിടുത്തെ ആളുകൾ തന്നെ പറയട്ടെ, ആരാണ് ആ ഉറൂസ് നടത്തിയത് ആരാണെന്ന്. അപ്പോൾ മനസ്സിലാകും ആരാണ് ഇക്കൂട്ടർ. നേരത്തെ ഇവരവിടെ ഉണ്ടായിരുന്നില്ലേ? ഇന്നാണോ ഇവരെ കണ്ടത്? എത്ര മാസങ്ങളായി ഇവരുമായിട്ടുള്ള ബന്ധം? അതൊന്ന് വ്യക്തമാക്കി പറയണം. ഇവരുടെ പത്രസമ്മേളനം ആക്കിയ ശേഷമാണ് പരസ്യമായി ഈ അബദ്ധമായ വാദം പറഞ്ഞപ്പോഴാണോ നിങ്ങൾക്ക് ഇവർ വേണ്ട എന്ന് വന്നത്? നമുക്ക് ആരെയും വേണ്ട. ഉലമാക്കൾ നമ്മെ പഠിപ്പിച്ച നമ്മുടെ ഉസ്താദന്മാർ, അവരുടെ വഴിയിലാണ് ഞങ്ങൾ ഇന്നുമുള്ളത്, എന്നും നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നതും. അവർ പഠിപ്പിച്ചെന്ന ആശയങ്ങളാണ് ഞങ്ങളുടെ മനസ്സിൽ ഇന്നുമുള്ളത്.
നമ്മുടെ ഓരോ ഹറക്കാത്തുകൾ അവരെ പിൻപറ്റി കൊണ്ടാണ്. അവരാണ് നമുക്ക് മാർഗദർശികൾ, അവരാണ് നമുക്ക് വഴികാട്ടി തരുന്നവർ. സുബ്ഹാന ജല്ല ജലാലുഹു. ഇവർക്കോ ഇവർ പറയുന്നു ഇവർക്ക് തോന്നും പോലെ ഇവർക്ക് ചെയ്യാം എന്നാണോ? അള്ളാഹു കാക്കട്ടെ. പറയട്ടെ, ആരാണ് ഉറൂസ് നടത്തിയത്? ആരാണെന്ന് പറയട്ടെ. മഖാമത്ത് കേന്ദ്രീകരിച്ച് നടന്നിരുന്ന പ്രവർത്തനങ്ങളെല്ലാം കുറച്ചു കാലമായിട്ട് നിലനിൽക്കാത്തൊരവസ്ഥ ഉണ്ടായിട്ടില്ല. അതാ പറഞ്ഞത്, ഉറൂസ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ ഉറൂസിന് വേണ്ടി പ്രവർത്തിച്ചതും അതിന്റെ ബാക്കിൽ നിന്ന് ആരാണ്? പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ഇല്ലാതായി പോയത് തിരിച്ചു കൊണ്ടുവരാനും കൂടി സൂഫി ഇസ്ലാമിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ കൊണ്ടോട്ടി. അതാ ഇതിനെ ഉറൂസിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിച്ചത് സൂഫി ഇസ്ലാമിക് ബോർഡ് എന്നാണ്. അതന്നെ വേണ്ടത്. ഇതിനെ തിരിച്ചു കൊണ്ടുവന്നത് ആരാണ്? സൂഫി ഇസ്ലാമിക് ബോർഡാണ്. സൂഫി ഇസ്ലാമിക് ബോർഡ് നേതാക്കൾ ആരൊക്കെ എന്നറിയണ്ടേ? പറയട്ടെ. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മറ്റേ പറഞ്ഞ സൂഫി എന്ന് പറഞ്ഞാൽ മതം വെടിയുക, മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ളത്. അയാൾ തന്നെ ഇവിടെയും വരുന്നുണ്ട്. ഇവിടെ നേരത്തെ വീഡിയോ അയാളുണ്ട്, ഇപ്പോൾ അയാൾ തന്നെ പറയുന്നു. സൂഫി ഇസ്ലാമിക് ബോർഡിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് MH അബ്ദുള്ള കോയ ജിഫി തങ്ങൾ. കണ്ടില്ലേ? സൂഫി ഇസ്ലാമിക് ബോർഡിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് MH അബ്ദുള്ള കോയ ജിഫി തങ്ങൾ. ഇരിക്കട്ടെ, നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇവര് പറയുന്ന ഇവരിപ്പോൾ ഷിയാക്കളുടെ വാദക്കാരാണെന്ന് പറഞ്ഞവർ ആരായിരുന്നവർ? നേരത്തെ അവരിവിടെ ഇല്ലേ? നമുക്കറിയില്ല അവരെ. ഞാൻ കാണുന്നത് തന്നെ പത്രസമ്മേളനം നടത്തിയപ്പോഴാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ തിരിച്ചറിയണം. ആരൊക്കെയോ എന്തൊക്കെയോ അത്ഭുതങ്ങളും വലിയ വലിയ സ്ഥലങ്ങളും സ്റ്റേജുകളൊക്കെ കെട്ടി ആളുകളെ കൂട്ടി വലിയ നല്ല ശബ്ദത്തിലൂടെ വച്ചുണ്ടാക്കിയത് കൊണ്ട് അവരാണ് നല്ലവരെന്ന് പറഞ്ഞ് പിന്നിൽ ഓടിപ്പോകണ്ട. നിങ്ങളുടെ നാട്ടിൽ നേതൃത്വം കൊടുക്കുന്ന ഉലമാക്കളുണ്ട്, സാദാത്യങ്ങളുണ്ട്. അവരോടൊന്ന് അന്വേഷിക്കണം, ഏതാണിവര്, ഏത് ഖൗമാണിവരെന്ന് ആദ്യം പഠിച്ചതിന് ശേഷം മാത്രമേ ആരുടെയും പിന്നാലെ നിങ്ങൾ നടക്കാവൂ. ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ വാദം അത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടാൽ അത് നമുക്ക് വലിയ ഖേദകരം തന്നെയാണ്. അതുകൊണ്ട് അവരുടെ പിന്നാലെ ഓടിപ്പായണ്ട. എല്ലാവരും പറയുന്നു അത്രക്കാരെ പിന്നിൽ പോകണ്ട എന്ന്. ഇതാണ് അവരുടെ വിഷയം. നേരത്തെ അവർ പറഞ്ഞ രണ്ടാളുകൾ പറഞ്ഞ വാദം ഒന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെട്ടില്ലേ? എല്ലാവരും നമുക്ക് വേണം, ആരെയും ഒഴിവാക്കാനില്ല, എല്ലാരെയും കൂട്ടിയിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങള്. അങ്ങനെയാണോ പരിശുദ്ധ ഇസ്ലാം? പള്ളിയിലേക്ക് ഒരു എല്ലാവരും കൂട്ടാൻ പറ്റോ? അതിനൊക്കെ നിയമങ്ങളിലെ ഇസ്ലാമിൽ. പക്ഷേ മനുഷ്യരോടുള്ള മാനവീയ ലോകരോടുള്ള ഒരു സ്നേഹം, അവരോടുള്ള ഒരു ബന്ധം അതുണ്ടാവണം. അത് ഇസ്ലാമിന്റെ സന്തോഷത്തിൽപ്പെട്ട ഒന്നാണത്. ആരെയും വേദനിപ്പിക്കാതെ നല്ലൊരു ജീവിതം വേണമെന്നുള്ളത്. അതേസമയം ഇവർ പറയുന്നത് പോലെയുള്ള ഈ വിഷയം അത് ആരാണ് പഠിപ്പിച്ചത് നിങ്ങൾക്ക്? ഏത് സൂഫിസത്തിലാണ് അങ്ങനെയുള്ളത്? വന്നവരെ സ്വീകരിക്കണം, വന്നവർക്ക് കുടിക്കാൻ കൊടുക്കണം, അവർ അതിഥികളാണ്. പക്ഷേ ഈ വാദത്തിൽ പോകുന്ന നിങ്ങളെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? സുബ്ഹാന ജല്ല ജലാലുഹു. ഇനി നോക്ക്, അപ്പൊ നേരത്തെ അയാൾ പറഞ്ഞെന്താ? സൂഫികളെ പഠിക്കണം എന്നല്ലേ? ഒന്നുകൂടെ ഇത് കേൾക്കാം നമുക്ക്. അയാൾ പറഞ്ഞ വാക്കെന്താണ്? സൂഫികളെ പഠിക്കണം എന്നല്ലേ? പഠിച്ചില്ല ഇപ്പൊ നിങ്ങൾ? പറയട്ടെ അയാൾ. കേരളത്തിൽ ഈ സൂഫിയാക്കളുടെ വഴികളിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ആരാണ് എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അവരുമായി കണ്ടില്ലേ? കൃത്യമായി മനസ്സിലാക്കണം. മനസ്സിലാക്കിയില്ലേ? ഇവരെ മനസ്സിലാക്കിയില്ലേ? ഇവർ ഷിയാം വാദക്കാരാണ്. അവരോടൊപ്പമാണ് ഇവരുടെ കൂട്ടുകെട്ടുണ്ടായിരുന്നത്. ഏത് വിഷയത്തിൽ? ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, സൂഫിസം വിഷയങ്ങളിൽ. മനസ്സിലാക്കിയില്ല നിങ്ങൾ? അയാളാ പറഞ്ഞ പഠിക്കണം. നിങ്ങൾ പഠിച്ചില്ലേ ആരാണ് സൂഫിയാക്കൾ എന്നുള്ളത്? ഇവരെ കൂടെയാണോ പിന്നിൽ പോകേണ്ടത്? ഇന്നാലില്ല. എന്നിട്ടോ ഇവർ പറയുന്നു നമ്മുടെ മശായിഖ് എന്ന് പറഞ്ഞാല്, നമ്മുടെ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ നല്ല കെട്ടുറപ്പുള്ള ആളാണ്. ഏത് സമയത്തും ഞങ്ങൾ തോക്കൂല, ഒരാളെ മുമ്പിൽ ഞങ്ങൾ എന്താവൂല, തോറ്റുപോകൂല എന്നവർ മുമ്പേ പറഞ്ഞിരുന്നു. ഇന്നല്ല എത്രയോ മുമ്പ് പറഞ്ഞിരുന്നു. നാം എവിടെയും കുയിൽ ചാടൂല എന്നുള്ളത്. നിങ്ങൾക്ക് കുഴിയിൽ ചാടേണ്ടി വരും, ഞങ്ങൾ എവിടെയും തോക്കൂല. അള്ളാഹുവിനെ മറന്ന കളിയല്ലേ ഇവർക്കുള്ളത്? അള്ളാഹുവിനെ വലിച്ചെറിഞ്ഞ രൂപത്തിലല്ലേ സംസാരിക്കുന്നത്? എന്നിട്ടോ ഇപ്പോൾ എന്ത് സംഭവിച്ചു? പറയട്ടെ, നൗഷാദ് മൊയ്ലാർ പറയട്ടെ. അവരുടെ ഭാഷയിലാട്ടാ മൊയ്ലാർ എന്നുള്ളത്, നമ്മളെ ഭാഷയിലല്ല. ഒരാളെ നിന്ദിച്ചുകൊണ്ട് സംസാരിക്കാൻ നമുക്കില്ല. അവർ പറയുന്ന മൊയ്ലാർ എന്നാണ്. അപ്പൊ
രൂപത്തിൽ നമുക്ക് അങ്ങോട്ട് പറഞ്ഞാൽ നമുക്ക് സന്തോഷമാകുമെന്നുള്ള കരുത്തിലാണ്. നൗഷാദ് മൊയ്ലാർ പറയട്ടെ, നമ്മുടെ കരങ്ങൾ ഭദ്രമാണെന്നുള്ളത്. എരയാണ് മക്കളെ, അതിട്ട് തന്നു കൊത്തി നിങ്ങള്. കാരണം നിങ്ങളെ കാക്കാനുള്ള ഒരു വലിയുണ്ടായില്ല. ഞങ്ങൾക്കാരിട്ടാലും ഞങ്ങൾ കൊത്തൂല. കാരണം നിങ്ങളെ കൈ ഒരു വലിയന്റെ കരങ്ങളിലാണ്. ഒരു വലിയുണ്ടായില്ല. ഞങ്ങൾക്കാരിട്ടാലും ഞങ്ങൾ കൊത്തൂല. കാരണം നിങ്ങളെ കൈ ഒരു വലിയന്റെ കരങ്ങളിലാണ്. അതാ വ്യത്യാസം ഉണ്ടായത്. മനസ്സിലായി. ഇപ്പോ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു പോയി ഇവിടെ? അതെന്നെ സ്വന്തം ചോദിക്കുകയാണ് എന്ത് സംഭവിച്ചു എന്നുള്ളത്. നമ്മുടെ എന്ത് വലിയന്റെ കയ്യിലാണ് ഞങ്ങള്. ആ വലിയ എന്തേ ഇത് പറയാതെ പോയത്? എന്തേ വരുമ്പോൾ ഇത് മനസ്സിലാകാതെ പോയത്? നമ്മുടെ വലിയ ഭയങ്കരാണ്, എല്ലാം അറിയുന്ന ആളാണ്. എത്രത്തോളം എന്ന് പറഞ്ഞു, നിങ്ങൾ എന്ത് സംസാരിക്കണമെന്ന് ഇവിടുന്ന് തീരുമാനിക്കുമത്രേ. അവരാണ് അവിടെ തീരുമാനിക്കുന്നത്. ഈ കറണ്ട് സപ്ലൈ ചെയ്യുന്നത് പോലെ, കറണ്ട് സപ്ലൈ ചെയ്യാതെ പറയല്ലേ ഇത് ഇവിടുന്ന് കറണ്ട് വരുന്നത് പറഞ്ഞു. അതുപോലെ ഇവർ പറയുന്നതാണ്, ഞങ്ങൾ തീരുമാനിക്കും നിങ്ങൾ എന്ത് പറയണമെന്നുള്ളത്. നിങ്ങൾ വിചാരിച്ചതല്ല നിങ്ങൾ പറയുന്നത് എന്ന് ഉലമാക്കളോടാണ് അവർ പറയുന്നത്. ഇന്നാ ലില്ലാഹ്. ഇവർ പറയുന്ന വാക്കാണത്. ഞങ്ങൾ അങ്ങനെ ആരോടും പറയാറില്ല. ഇവരുടെ വലിയ എന്ന് പറഞ്ഞാൽ ആ വലിയ തന്നെ പറഞ്ഞതല്ലേ. ഇവരുടെ ഷെയ്ഖ് എന്ന് പറയുന്ന ആ ആള് തന്നെയല്ലേ പറഞ്ഞത്, നിങ്ങൾ എന്ത് സംസാരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. എന്നിട്ട് എന്തേ അതിന് ശേഷമല്ലേ ഈ സംഭവം നടന്നത്. ഈ സംഭവത്തിൽ എന്തേ നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയത്? ഇവരുടെ വാദം ഷിയാക്കളുടെ വാദമാണെന്നുള്ളത് എന്തേ എല്ലാവരും അറിഞ്ഞ ശേഷം നിങ്ങൾ അറിഞ്ഞത്? നിങ്ങൾ എന്നാൽ നേരത്തെ പറയണ്ടേ ഇന്ന ടീമുമായിട്ട് ഒരു യാതൊരു ബന്ധവുമില്ല, അവരുടെ ഷിയാക്കളാണെന്നുള്ളത്. ഉലമാക്കൾ ഇത് വ്യക്തമായി പറയുന്നില്ലേ, ആരെയും പേടിക്കാതെ. ഇന്ന വിഭാഗത്തിനോട് നിങ്ങൾ കൂടണ്ട എന്നുള്ളത് പിന്നീട് പറയാമെന്നുള്ളത്. എന്നിട്ട് അതിന്റെ വിധികളും പറയാറില്ലേ ഉലമാക്കൾ. ഉലമാക്കളുടെ നിലപാട്, ഉലമാക്കൾ പറയുന്ന വിഷയം അത് കേട്ടുകൊണ്ടായിരിക്കണം നമ്മുടെ സർവ്വ പ്രവർത്തനങ്ങളും എന്നുള്ളത് വളരെയേറെ കൃത്യമായി നാം മനസ്സിലാക്കൽ നമ്മുടെ ബാധ്യതയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാവരും പറയുന്നത് കേട്ടിരിക്കണ്ട. ചില ആളുകൾ പറയും എത്ര വലിയ അത്ഭുതങ്ങൾ കണ്ടാലും അതിന് പിന്നിൽ പോകണ്ട, അതിലേക്കൊക്കെ ഞങ്ങൾ പിന്നീട് വരാം. എത്ര വലിയ അത്ഭുതങ്ങൾ കാട്ടിയാലും പിന്നിൽ നടക്കണ്ട എന്ന് വലിയ വലിയ അഖ്താബീങ്ങളും ആരിഫീകളും ഔലിയാക്കളും എന്നല്ലേ സമൂഹത്തോട് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. വെള്ളത്തിൽ നടക്കുന്നവർ, ഹവയിൽ നടക്കുന്നവർ, അതുപോലെ തന്നെ പറക്കുന്നവർ, ഇങ്ങനെയൊക്കെ നിനക്ക് കാണാൻ കഴിയും. നിനക്ക് തോന്നിപ്പോകും അവർ ഞങ്ങളെ കാക്കുമെന്ന്. പക്ഷെ അവർക്കൊരു ശക്തിയും ഉണ്ടാകില്ല. അവരെ ശക്തി നഷ്ടപ്പെട്ടു എന്നല്ലേ ഇത് ഞാൻ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മുടെ കരങ്ങളും പോയി, എല്ലാം പോയി. നേരത്തെ അവരുടെ കൂടെ ഇരുന്നു, മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഷിയാക്കളാണെന്ന് പറഞ്ഞു, അപ്പോഴും അവർക്കോടൊന്നും കഴിഞ്ഞില്ല. എന്നിട്ട് അവരുടെ മറ്റൊരു വാദമാണ് നമ്മുടെ വലിയന്റെ കരങ്ങൾ ഭദ്രമാണെന്നാണ് അവരുടെ വാദം. ആ വാദത്തിനും അവർ തീരുമാനമായി. എന്താ കാരണം? നേരത്തെ സൂഫി ഇസ്ലാമിക് ബോർഡും സംസാരിക്കുമ്പോൾ അവർക്ക് അറിഞ്ഞില്ല, കൂടെ നിൽക്കാണ്, ചിരിക്കാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ആ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഒന്നുകൂടി കാണാ വരട്ടെ. മതം വെടിയുക, മനുഷ്യനെ സ്നേഹിക്കുക. അവർ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇസ്ലാമിന്റെ പ്രവർത്തനത്തിന് വേണ്ടി വന്നവരല്ല എന്നൊക്കെ പറഞ്ഞ് ജൽപ്പനങ്ങൾ ഉണ്ടാക്കിയവരാണല്ലേ കാണുന്നത്. ശരിക്കും നോക്ക്, അവരല്ലേ ആ കൂട്ടർ, അവരെ കൂടെയല്ലേ നിങ്ങൾ നിന്നത്. നിങ്ങൾ രണ്ടുപേരും അതിലില്ലേ? നിങ്ങൾ എത്ര പേരാ ഉള്ളത്? എപ്പോഴും കാണുന്ന നിങ്ങൾ തന്നെയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്. നിങ്ങളാണ് എത്ര വലിയ ഹോജാക്കൾ. അല്ലാഹു അവരെ ശർറിൽ നമുക്ക് ആക്കുമാറാവട്ടെ. എന്നിട്ട് പറയുന്ന വാക്ക് ഇത് മനസ്സിലായല്ലോ. തീരുമാനമായി, സൂഫിസം എന്നുള്ളതിന് തീരുമാനമായി. ഇനി നമുക്ക് ഒരുപാട് പറയാനുണ്ട്. ചുരുക്കത്തിൽ പറയാണ്, ഇതേ നൗഷാദ് മൊയ്ലാർ പറയാണ്, കള്ളത്വരീക്കത്തിനെ എതിർക്കാത്ത ഏത് ത്വരീക്കത്തിനെയാണ് ഇവരെ എതിർക്കാത്തത്? ആര്? AP സമസ്ത. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് പേടി. AP സമസ്തയല്ലേ നിങ്ങൾക്ക് പേടിയുള്ളത്? കാരണം അവരെങ്ങനെ വിട്ടു തരൂല. അതിന്റെ ഉലമാക്കൾ കൃത്യ നിലപാടുള്ളവരാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും അടിപതറാതെ നിൽക്കുന്നവരാണവർ. അവരുടെ നിലപാട് ഉറച്ചതാണ്. അവര് പറഞ്ഞാൽ അത് പറഞ്ഞത് തന്നെയാണ്, അതിവിടെ ഉണ്ടാകുന്നതാണ്. അവർ ഇന്നത് ശരിയല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഉണ്ടാകും. അവർ നിങ്ങളെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ അത് അങ്ങനെ തന്നെ. ഇയാൾ പറയാണ് AP സമസ്ത ഇവിടെ ഏത് ത്വരീക്കത്തിനെ എതിർക്കാതിരുന്നത്. അത് പറയുന്നത് എന്തിനാണെന്നറിയോ? അയാള് ഞങ്ങളെ കുറിച്ച് മദ്ഹ് പറഞ്ഞ നിലക്ക്, ആ നിലക്കല്ല, ഇതിന് ശേഷം വരാനുണ്ടത്.
അപ്പോൾ അവർ പറയുന്ന വാക്കൊന്ന് കേൾക്ക്. നൗഷാദ് മൊയ്ലാർ പറയാണ്, നിങ്ങൾ ഏത് ത്വരീഖത്തിനെ എതിർക്കാതെ AP സമസ്തയെ കുറിച്ചിട്ട് നമ്മുടെ പണി നമ്മൾ ചെയ്യുന്നു. നമ്മുടെ ഉലമാക്കൾ 40 മുഷാവറയുടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ, അതറിയണം. നിങ്ങൾ പറയാറുണ്ട് പലപ്പോഴും 40 നിങ്ങൾ മുഷാവറക്കാർ വരട്ടെ, അതിൽ നിങ്ങളുടെ ഉസ്താദും കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടാവണം.